എവിടേക്കും കൊണ്ടുപോണ്ട. ഇരുമുടിക്കാരൻ്റെ അടുത്ത് അല്ലേ? ഇരുമുടിക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോണ്ട. എന്താ കൊണ്ടുപോകാത്ത? അല്ല, ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. കൈപ്പിടിച്ച് നടക്കാവുന്ന കാലത്താണ് കൊണ്ടുപോകാന്ന് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഓരോന്നിനും പറഞ്ഞോ, ഓരോന്നിനും പറഞ്ഞു. കൈപ്പിടിച്ച് നടക്കാവുന്ന കാലം. ഇപ്പൊ കൈ പിടിക്കാണ്ട് നടക്കും, കൈ പിടിച്ചിട്ട് നടക്കൂ. ഏതെങ്കിലും ഒരു വഴിയരിയിൽ കൊണ്ടുപോയ ഭവനം തേടി വന്നു കൊടുക്കും. വിദ്യാലയത്തിൽ കൊണ്ടുവന്ന് വിട്ടാൽ തിരിച്ച് വിദ്യാലയത്തിൽ നിന്ന് ഭവനത്തിൽ വരില്ലേ? അത്രയ്ക്ക് ഓർമ്മയായില്ലേ? കൈപ്പിടിച്ച് നടക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആ ഉണ്ണിക്ക് കൂടുതൽ അറിയില്ല. അതുകൊണ്ട് കൈപ്പിടിച്ച് എന്റെ കൂടെ നടക്കാവുന്ന കാലത്ത് ഇരുമുടിക്കാരന്റെ ആസ്ഥാനത്ത് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് എന്താ കൊണ്ടുപോകാത്ത? ആ കണക്കൊന്ന് തീർന്നു. അതുകൊണ്ടൊക്കെ നക്ഷത്രം പറഞ്ഞു. അത് മറികടന്നാനില്ലേ ഇരുമുടിക്കാരൻ? ഇപ്പൊ എന്റെ കർമ്മി പറഞ്ഞേട്ടാ, സമയത്തിന്റെ ഒരു വ്യത്യാസമുണ്ട്, അതുകൊണ്ട് സംഭവിക്കാം. അത് സംഭവിച്ചു, കിടന്നില്ല. അപ്പൊ എല്ലാ ചൊവ്വാഴ്ചയും എന്റെ ചൂലക്കാരന് നിന്റെ ശരീരം മുഴിഞ്ഞ് ഒരു പാത്രം നെയ്യ് മുന്നിലെ ദീപത്തിൽ തെളിയിക്കാൻ കൊടുക്കുക. അതുപോലെ തന്നെ എത്ര വയസ്സായി? 55 ചെറുനാരങ്ങ വാങ്ങാം. കുത്തിക്കോർത്ത കൊണ്ടുപോയി ഇടാൻ അവര് സമ്മതിക്കുമെന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ അല്ല, കുത്തിക്കോർത്താലേ ഹാരമായിട്ട് അവിടെ ഇടുമെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അവര് കുത്തിക്കോർത്തിടും. രണ്ട് സമ്പ്രദായം ഉണ്ട്. ചിലപ്പോ നമ്മൾ കുത്തിക്കോർത്തി കൊണ്ടുകിട്ടില്ല, അവര് സ്വീകരിക്കില്ല. അപ്പൊ നീ ഒരു ദൂഷണല്ലേ, നീ കൊണ്ടുപോയിക്കോളാം. മനസ്സിലായില്ല? എന്റെ കണ്ടത്തിൽ മിന്നുകെട്ടിയ ഇന്ന നാമോദം ഇന്ന നക്ഷത്രം ഇത്ര വയസ്സുകാല പ്രായമായിട്ടുള്ള എന്റെ ഭർത്താവിന് അങ്ങനെ തന്നെ നീ പറഞ്ഞു. മനസ്സിലായില്ല? അങ്ങേരുടെ നക്ഷത്രം ഇന്നതാ, നീയാ കുറിച്ച്. അപ്പൊ അതിലൊരു ദശാന്തിക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നീ എഴുതി വെച്ചതാ, നിനക്ക് തന്നെ തീർക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? നീ ഒരു പൊരുൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? അല്ലെങ്കിൽ നീ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കണം, ഇന്ന സ്ഥലത്ത് ഞാനൊരു വസ്തു എടുത്ത് വെച്ചിട്ട് അത് എടുത്തിട്ട് വരാൻ പറയണം. അല്ലെങ്കിൽ നീ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അങ്ങേരെ കുറിച്ച ജാതകത്തില് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ മാറ്റാനും തിരുത്താനും കുറിക്കാനും അങ്ങേർക്ക് അവകാശമുള്ളൂ. എൻ്റെ അച്ഛന് വരെ അതിൽ അവകാശമില്ല. അപ്പൊ അങ്ങേരോട് പറയാ, ഇതൊന്ന് മാറ്റിത്തരാം. എന്നിട്ട് 3 പേര് സങ്കല്പിച്ച് അവരുടെ പേരെഴുതാം, നക്ഷത്രം എഴുതാം, വയസ്സെഴുതാം, എൻ്റെ ഇരുമുടിക്കാരൻ്റെ ആലയത്തിന്റെ പേരെഴുതാം. ആ ഇരുമുടിക്കാരൻ്റെ പേരെഴുതി 3 പേരും കറുത്ത ഒരു പട്ടില് ഓരോ പിടി വെള്ളി നീ പൊതിഞ്ഞു വെക്കാം. അടുത്ത ആണ്ടക്കോൾക്ക് 3 പേരും അങ്ങട് പറഞ്ഞേച്ചേക്കാന്ന് പറയാ. സമ്മതിച്ച ഒക്കോ തീർന്നു.